14 to ആർട്ടിക്കിൾ 30 അല്ലെങ്കിൽ എന്താണ് This call is now being recorded. 22 വരെയുള്ളത് നമ്മൾ ഇപ്പോൾ നോക്കിയല്ലേ ഏതിലൊക്കെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് റൈറ്റ് ടു ഫ്രീഡത്തിൽ. തേർഡ് വൺ ഈസ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ കമ്മിങ് അണ്ടർ 23 to 24. 23 to 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. ആർട്ടിക്കിൾ 23 and 24 describe the right against exploitation. The abolition of trafficking in human beings and forced labor and abolition of employment of children below the age of 14 years in dangerous jobs like factories and mines are explained in these articles. അപ്പോൾ എന്താണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നമുക്കറിയാം. ഒന്ന് വെച്ചാൽ എന്താണ് ഈ ബാലവേല എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് അല്ലേ, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലേബർ അല്ലേ, അല്ലെങ്കിൽ അതിൽ ഇതൊക്കെയാണ് വരുന്നത്. അബോളിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ആൻഡ് അബോളിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ, അബോളിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ഏജ് ഓഫ് 14. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചെറിയ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാവും, അങ്ങനെയല്ല. എന്താണ് ഇതുപോലത്തെ ഫോഴ്സ്ഡ് ഡേഞ്ചറസ് ജോബ്സ് ചെയ്യിപ്പിക്കുന്നത് അല്ലെ, കല്ലെടുത്ത് കടത്തലോ അതുപോലത്തെ ജോബ്സ് ഒക്കെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഫാക്ടറീസിൽ വർക്കോ അല്ലെങ്കിൽ മൈൻസിൽ ഉള്ളതോ ഇതുപോലത്തെ ഒക്കെ അതിൻ്റെയൊക്കെ അബോളിഷനാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നത്. Then child labor is considered as gross violation of the spirit and provision of the constitution. Child laborനെ അനുവദിക്കുന്നില്ല എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഫോർത്ത് വൺ, അപ്പോൾ ആ കാര്യം മാത്രമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ പറയുന്നത്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 23 ആൻഡ് ആർട്ടിക്കിൾ 24. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതാണ് ആർട്ടിക്കിൾ 25 to 28 പറയുന്നത്. The right to freedom of religion has been covered in Article 25 and 28. The right provides religious freedom to all citizens of India. ഓക്കെ, എന്താണ് റിലീജിയസ് ഫ്രീഡംസ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റിലീജിയൻ അനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഏതിൽ തരുന്നത്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ നമുക്ക് അനുവദിച്ചു തരുന്നത് അല്ലേ. എന്താണ് ദിസ് റൈറ്റ് പ്രൊവൈഡ്സ് എ റിലീജിയസ് ഫ്രീഡം ടു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ. The objective of this right is to maintain the principles of secularism in India. അല്ലെ, ഈ ഒരു സഹോദര്യം സ്നേഹം എല്ലാ സിറ്റിസൺസിലും വരുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. So according to the constitution, all religions are equal before the state and no religion shall be given preference over the other. അല്ലെ, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ റിലീജിയൻസും എല്ലാ മതവും എല്ലാ അല്ലെ ഈ ജാതി മത വ്യവസ്ഥയൊന്നും അങ്ങനെ നോക്കിയിട്ടല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ജനങ്ങളെ വിലയിരുത്തുന്നത്, സിറ്റിസൺസിനെ വിലയിരുത്തുന്നത്. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾ റിലീജിയൻസ് ആർ ഈക്വൽ ബിഫോർ ദ സ്റ്റേറ്റ് ആൻഡ് നോ റിലീജിയൻ ഷാൾ ബി ഗിവൺ പ്രിഫറൻസ് ഓവർ ദി അതർ. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്മിങ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ വരുന്നത്, ആർട്ടിക്കിൾ 25 to 28 വരുന്നുണ്ട് അല്ലേ. അതിൽ ഇപ്പോൾ Article 25, each one if you are discussing, Article 25 is dealing with the pre-profession or practice and propagation of religion. അതാണ് ആർട്ടിക്കിൾ 25 വരുന്നത്. അവരവരുടെ റിലീജിയൻ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 is dealing with. Then Article 26 is dealing with it gives the freedom to manage religious affairs. അതായത് മതപരമായ കാര്യങ്ങൾ അതുപോലത്തെ മാറ്റേഴ്സ് അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, അതാണ് ആർട്ടിക്കിൾ 26 കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 27ഉം 28ഉം അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഒരു ഫോർ പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ, അതൊക്കെയാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ റിലീജിയസ് വർഷിപ്പ് ഇൻ സർട്ടൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനുള്ള ഒരു ഫ്രീഡം കൂടി ആർട്ടിക്കിൾ 28 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പല റിലീജിയസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്ടറിലേക്കൊന്നും അത്ര ഇല്ലെങ്കിലും എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ we know that there are many premier institute which are based on religion അല്ലെങ്കിൽ which are managed by religions, religion authorities or religious bodies or trusts and all. എന്ന് വെച്ചാൽ അവിടെ ആർക്കും പഠിക്കാൻ വേണ്ടി പറ്റും, അങ്ങനെ അത്
ജനറൽ ഒരു പബ്ലിക് ഇതാണ് അല്ലെ, പബ്ലിക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എനി വൺ ക്യാൻ ഹാവ് ദർ പ്രൊഫഷണൽ ഡിഗ്രി ഓർ ക്യാൻ ലേൺ ഫ്രം ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബട്ട് ഇറ്റ് വിൽ ബി റൺ ബൈ ദി this type of educational trust, sorry, religious bodies or religious trustees or like that. അപ്പോൾ അവിടെ അവർക്ക് കുറച്ച് ഫ്രീഡംസ് ഒക്കെ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. ആർട്ടിക്കിൾ 25-28 ആണ് ഈ ദിസ് ഫ്രീഡം ഓഫ് റിലീജിയനിൽ പറയുന്നത്. മെയിനായിട്ട് പറയുന്നത് അതായത് ഓരോരോ വ്യക്തിക്കും ഓരോ സിറ്റിസണിനും അവരവരുടെ മതം ഏതാണോ റിലീജിയൻ ഏതാണോ അത് പഠിക്കാനോ അത് വർഷിപ്പ് ചെയ്യാനോ അത് പ്രാക്ടീസ് ചെയ്യാനോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നോ പേഴ്സൺ ഷാൽ ബി കമ്പൽ ടു പേ ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. അതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ 27 വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്താണ്, എ സ്റ്റേറ്റ് റൺ ഇൻസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ വിച്ച് ഈസ് പ്രോ റിലീജിയൻ. ഞാൻ പറഞ്ഞു സ്റ്റേറ്റിന്റെ ഇതിൽ റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എയ്ഡഡ് ടൈപ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു റിലീജിയസ് ആക്ടിവിറ്റീസ് ഇല്ല, അത് ഇമ്പാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഇതൊക്കെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസിന്റെ ആർട്ടിക്കിൾസിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ 5th വൺ ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ? ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് many languages, religions and cultures, for which Indian Constitution provides special measures in Article 29 and 30 to protect our cultural and educational rights. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 29 30 ആണ് എന്താണ് ഡീലിംഗ് വിത്ത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഓർ ദി ആർട്ടിക്കിൾ ആൻഡ് ആർട്ടിക്കിൾ 29 30 ഈസ് ഗിവ്സ് ഓർ ഇറ്റ് പ്രൊട്ടക്ട്സ് അവർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. അപ്പോൾ അതിൽ വരുന്നതാണ് വൺ ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. സോ എനി കമ്മ്യൂണിറ്റി വിച്ച് ഹാസ് എ ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ഹാസ് ദ റൈറ്റ് ടു കൺസേർവ് ആൻഡ് ഡെവലപ്പ് ദം. അല്ലെ, നമുക്കറിയാം ഇന്ത്യ എന്ന് വെച്ചാൽ ഒരുപാട് ഭാഷാ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് അല്ലെ. അപ്പോൾ എനി കമ്മ്യൂണിറ്റി ഹാവ് ദ ഫ്രീഡം ഓർ ഇറ്റ് ഹാസ് ദി റൈറ്റ് ടു അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൺസേർവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഓർ നോ വൺ ക്യാൻ ബി ഡിസ്ക്രിമിനേറ്റഡ് ഫോർ അഡ്മിഷൻ ഇൻ സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെയും നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചറൽ എന്താണ് ബേസിസ് വരുന്ന ആൾക്കാരായിരിക്കും ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് നോക്കിയാൽ തന്നെ അല്ലെ, കൾച്ചറൽ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടില്ല, ചില ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആയിരിക്കും. പക്ഷെ അപ്പോൾ അവർക്കൊക്കെയുള്ള എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. എസ്പെഷ്യലി മൈനോറിറ്റീസിന്റെ കേസാണ് ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, അതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ആർട്ടിക്കിൾ 30 അതുപോലെ തന്നെ എന്താണ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് തന്നെയാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എസ്പെഷ്യലി കേസാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ആർട്ടിക്കിൾ 29 അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കാര്യം തന്നെ എനി മൈനോറിറ്റി ഓർ റിലീജിയസ് കമ്മ്യൂണിറ്റി ക്യാൻ സെറ്റപ്പ് ആൻഡ് അഡ്മിനിസ്റ്റർ ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു പ്രിസർവ് ആൻഡ് ഡെവലപ്പ് ദെയർ ഓൺ കൾച്ചർ. ഓക്കെ, അതൊരു പോയിന്റ്. ഇൻ ഗ്രാൻഡിങ്, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ ഗ്രാൻഡിങ് എയ്ഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ സ്റ്റേറ്റ് കനോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് റൺ ബൈ എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അപ്പോൾ അതുപോലത്തെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് റൺ ചെയ്യുന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നും അവർക്ക് വേണ്ട, അവരെ എന്താണ് പെർമിഷന് വേണ്ടിയിട്ട് അതൊരു ക്രൈറ്റീരിയ ആക്കാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ ആ ഒരു പേരിന്റെ ആ ഒരു റീസൺ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ സ്റ്റേറ്റിന് ചെയ്യാൻ വേണ്ടി പറ്റൂല, അല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. But the right to administer does not mean that the state cannot interfere in case of administration. Okay, അപ്പോൾ the administrator has given the right here, അല്ലെ. So even if he is a minority, or we can't discriminate the administer or administer because he is a minority community or the institution is running by a minority community. But we need to note the point that the right to administration does not mean that the state cannot interfere in case of administration. The state can
interfere in case of administration in whatever the community or whatever the institution, whatever the community is running, whichever the institutions. Okay, so even an unaided institution should not ignore the merit of the student for admission. എന്തിനാണ് എയ്ഡഡ് മാത്രമല്ല, അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇപ്പൊ അത് ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അത് ഇപ്പൊ പറയുന്ന ഏത് വലിയൊരു മതവിഭാഗമാട്ടെ അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരെയും എഡ്യൂക്കേഷണൽ റൈറ്റ് നിഷേധിക്കാൻ വേണ്ടി പാടില്ല. അതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ വരുന്ന പോയിന്റ്സ്. ദെൻ സിക്സ്ത് റൈറ്റ്, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് 6എണ്ണമാണുള്ളത്. സിക്സ്ത് വണ്ണാണ്. 7എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് കളഞ്ഞു അല്ലെ. 6എണ്ണമാണുള്ളത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ദാറ്റ് ഈസ് ദി ആർട്ടിക്കിൾ 32. എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇതിനു മുമ്പ് ഒരു കാര്യം പറയാം. ആക്ച്വലി ഡോക്ടർ B.R. അംബേദ്കർ കോൾഡ് ദിസ് ആർട്ടിക്കിൾ 32 ിലാണ് ഇത് വരുന്നത്. 32 ആസ് ദ ഫണ്ടമെന്റൽ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ B.R. അംബേദ്കർ അതിനെ അങ്ങനെ നെയിം ചെയ്തിരുന്നു. എന്താണ് ഫണ്ടമെന്റൽ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞത്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആൻഡ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. The right to constitutional remedies empowers the citizen to move to a court of law in case of any denial of the fundamental rights. ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ഏത് രീതിയിലുള്ള ഒരു എന്താണ് ഒരു റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ അയാൾക്ക് കോർട്ടിൽ പോകാനുള്ള എല്ലാ അധികാരവുമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കൊടുക്കുന്നത്. ഓക്കെ. So for instance, in case of imprisonment, the citizen can ask the court to see if it is according to the law of the country. Okay. അപ്പോൾ അത് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ? For instance, in case of imprisonment, the citizen can ask the court to see if it is according to the law of the country. If the court finds that it is not, the person will have to be freed. Okay. The court can issue various kind of writs to safeguard the citizen's fundamental rights. അപ്പോൾ റിട്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും ഇനി വരുന്ന ക്ലാസ്സുകൾ. ഇപ്പോൾ കോർട്സിന് ഇതുപോലത്തെ റിട്ടുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും, നോട്ട് ടു സേഫ് ഗാർഡ് ദ സിറ്റിസൺസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ. So when a national emergency is declared, this right is suspended by the central government. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇത് ഈ പറയുന്ന എല്ലാ ഫ്രീഡംസും അല്ലെങ്കിൽ എല്ലാ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യും താൽക്കാലികമായിട്ട് ഏതെങ്കിലും കാരണവശാൽ ഇതുപോലെയുള്ള ഒരു സെൻട്രൽ എമർജൻസി വരികയാണെങ്കിൽ അല്ലെ. ഇപ്പോൾ അടിയന്തരാവസ്ഥ, ഇനി മുമ്പ് ഒരു അടിയന്തരാവസ്ഥ കാലം ഉണ്ടായിട്ടുണ്ട്, ഇനി ഒരു അടിയന്തരാവസ്ഥ വരികയാണെങ്കിൽ കംപ്ലീറ്റ് ഇതൊക്കെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡിഫറെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഇതിലിനി ബാക്കി പറയാനുള്ളത് വെച്ചാൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരുപാട് എന്താണ് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. ക്രിറ്റിസിസം ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് ക്രിറ്റിസിസംസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വൺ ഈസ് എക്സസീവ് ലിമിറ്റേഷൻസ്. എന്നാൽ എക്സസീവ് ലിമിറ്റേഷൻസ് ആണ് ഒരു criticism ആയിട്ട് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സബ്ജക്ട് ടു innumerable exceptions, restrictions, qualifications, explanations. Hence, the critics remarked that the Constitution grants fundamental rights with one hand and takes them away with the other hand. നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പലരുടെയും മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഒക്കെ അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിലും പലതിനും നമുക്ക് അനുവാദമില്ല അല്ലെ. നമുക്കറിയാം, എവിടെയും നമുക്ക് യാത്ര ചെയ്യാം. ഓക്കെ, നമുക്ക് തോന്നിയ പോലെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂല. എന്നിരുന്നാലും നമ്മൾ എല്ലാ നിയമവശങ്ങളും നോക്കി യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പല പ്രശ്നങ്ങളും വരാം അല്ലെ. നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് പോകുന്നതെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രീഡം ടു സ്പീച്ച്, നമ്മൾ എല്ലാ നിയമവശങ്ങളും നോക്കിയിട്ടുള്ള ഫ്രീഡം ടു സ്പീച്ച് ആണെങ്കിൽ പോലും നമുക്കും പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യം, അതിലും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. സോ അപ്പോൾ അതിൽ ദാറ്റ് ഇസ് വാട്ട് ഹിയർ ഇങ്ങനെ ഒരു ക്രിറ്റിക്സ് പറയാം, എക്സസീവ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ പറയുന്ന ഇതിനൊക്കെ. സോ എന്താണ് ക്രിറ്റിക്സ് മെയിൻ ആയിട്ട് ഇതാണ് റിമാർക്ക് ചെയ്തത്, ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബട്ട് അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുവദിച്ചു കൊടുത്ത് മറ്റേ കൈ കൊണ്ട് ഇതൊക്കെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴായി പല കേസിലും കാണപ്പെടുന്നത്. സോ അതാണ് ഒരു കാര്യം, എക്സസീവ് ലിമിറ്റേഷൻസ്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ക്ലാരിറ്റി, ലാക്ക് ഓഫ് ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിറ്റിക്സ്, ഒരു ക്രിറ്റിസിസം കൂടി നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരാറുണ്ട്. എന്താണ് നോ ക്ലാരിറ്റി എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം
ഇപ്പോൾ അതിൽ കുറേ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്, പല ആർട്ടിക്കിൾ പോയിന്റ്സും കൊടുത്തിട്ടുള്ളത്, അതിനെ നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം അല്ലെ. Means the fundamental rights are, they are written or they are stated in such a way, they are like എന്താണ് ഒരു വാഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 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 ഡെഫിനിറ്റ് ഒരു ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു ആംബിഗസ് ആയിട്ടുള്ള ഒരു മാനറിലാണ് അത് റൈറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അതിനെ കൂട്ടിച്ചേർക്കാം, ആ രീതിയിലാണുള്ളത്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. വേരിയസ് വേർഡ്സ് യൂസ്ഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലൈക്ക് എന്താണ് പബ്ലിക് ഓർഡർ, അതിൽ നമ്മൾ പറയുന്നത്, അതുപോലെ മൈനോറിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രീഡം, പല ഫ്രീഡങ്ങളും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റീസണബിൾ റെസ്ട്രിക്ഷൻ ക്യാൻ ബി പുട്ട് ഫോർവേഡ് ബൈ ദ ഗവൺമെന്റ് അല്ലെ. വി ഹാവ് ഓൾ ദീസ് ഫ്രീഡംസ് ബട്ട് ദർ വിൽ ബി റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ പബ്ലിക് അല്ലെ, ഫോർ പബ്ലിക് ഓർഡർ അല്ലെങ്കിൽ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് അല്ലെ. സോ അതൊന്നും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. സോ ദാറ്റ് ഈസ് ദ അനദർ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ എന്താണ് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതാ ലാംഗ്വേജ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ലാംഗ്വേജ്, ഇപ്പൊ നമുക്കിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇപ്പോൾ എല്ലാ ഭാഷയിലും നമുക്കത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ സാധാരണ ആൾക്കാർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലാണോ? അല്ല, ഒരുപാട് ടേംസ് ഒക്കെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലല്ല ഉള്ളത് അല്ലെ. അതിന് നമുക്ക് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ്ഡ് ലാംഗ്വേജസ്, വൊക്കാബുലറീസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലെ. ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് യൂസ് ടു ഡിസ്ക്രൈബ് ദം ഈസ് വെരി, ഇപ്പൊ നമുക്ക് പറയാം വെരി ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലെ. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യർ, നമ്മളെല്ലാം കാണുന്നത് എന്താണ്, നമ്മുടെ സിറ്റിസൺസ് പറയുമ്പോൾ ഭൂരിഭാഗം കോമൺ മാൻ എന്ന രീതിയിലാണ് എടുക്കുന്നത്. ഒരു മിനിമം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ ആൾക്കാർ എന്ന രീതിയിലാണ് നമ്മൾ ആവറേജ് മാൻ എടുക്കുന്നത്. അയാൾക്ക് വായിച്ചാൽ മനസ്സിലാവണം അല്ലെ. ആ രീതിയിലല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ പല കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. സോ അത് തന്നെ ഒരു നോ ക്ലാരിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി എന്നുള്ള ഒരു ഇതിൽ വരുന്ന കാര്യമാണ് അല്ലെ. ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദി വൊക്കാബുലറീസ് ഓർ ദി കോംപ്രിഹെൻഷൻസ് ഓഫ് എ കോമൺ മാൻ. ദാറ്റ് ഈസ് വൺ മോർ ഒരു ക്രിറ്റിസിസം വരുന്നതാണ്. പിന്നെ ഒരു ക്രിറ്റിസിസം വരുന്ന വെച്ചാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ദ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ ലോയേഴ്സ് ഫോർ ദ ലോയേഴ്സ്. അതായത് ഇതുപോലത്തുള്ള ലോയേഴ്സിന് വേണ്ടിയിട്ട് ലോയേഴ്സ് ഉണ്ടാക്കിയ ഒരു 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 നിയമ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റൂൾ ആണെന്നുള്ള രീതിയിൽ ഒരു ക്രിറ്റിസിസം കൂടിയുണ്ട്. സോ ദീസ് ഓൾ ആർ കമ്മിങ് അണ്ടർ ദി ക്ലാരിറ്റി റിഗാർഡിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് അതിൽ ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറയുന്നത് അല്ലെ. ഒന്നാമത്തെ പറഞ്ഞു ലിമിറ്റേഷൻസിന്റെ പ്രശ്നം ഉള്ളൊരു ക്രിറ്റിസിസം വന്നു അല്ലെ. കാരണം നമ്മൾക്ക് എല്ലാം അനുവദിച്ചിരുന്നുണ്ട്, പക്ഷെ അതൊക്കെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരു ലിമിറ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഈ പറഞ്ഞ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല എന്നുള്ള ഒരു പോയിന്റ്, അല്ലെങ്കിൽ പല രീതിയിലും പറയുന്നതിൽ ക്ലാരിറ്റി ഇല്ല. മൈനോറിറ്റീസ് പറയുന്നതിൽ, പബ്ലിക് ഇൻട്രസ്റ്റ് പറയുന്നതിൽ വ്യക്തത ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ വേറൊരു ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താ പറയാ, നോ പെർമനൻസി എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം വരുന്നത്. നോ പെർമനൻസി, ദാറ്റ് മീൻസ് fundamental rights are not untouchable or unchallengeable as the parliament can curtail or abolish them. For example, the abolition of the fundamental right of property 1972. ആദ്യം നമ്മൾ പറഞ്ഞ നമ്മളെ ഒരു അമെൻമെന്റിലൂടെ നമ്മളൊരു ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ എടുത്തു കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. 7 എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റും കൂടി ഉണ്ടായിരുന്നു. അതായത് ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് അല്ലെ, റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് among the 7 fundamental right at that time, but later it was removed. ഏതാണ്, ഒരു 44th അമെൻമെന്റ് 1978 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലാണ് അത് റിമൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് നോ പെർമനൻസി എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഇതുപോലത്തെ അമെൻമെന്റിലൂടെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അതിനൊരു പെർമനന്റ് സ്റ്റാറ്റസ് അല്ല ഉള്ളത്. അപ്പോൾ അതെന്താ, അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യും, അത് ഒരു എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം പോലെ ആയിപ്പോയി അല്ലെ. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അൺടച്ചബിൾ ഓർ അൺചാലഞ്ചബിൾ ബിക്കോസ് എന്താണ്, എക്സാമ്പിൾ ആയിട്ട് അബോളിഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഫോർ പ്രോപ്പർട്ടി 1978. So hence what will happen, they can become like a play tool in the hands of politicians having majority support in the parliament. പാർലമെന്റിൽ മെജോറിറ്റി സപ്പോർട്ടുള്ള ഒരാൾക്കുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഭരണഘടന തന്നെ മാറ്റി എഴുതാന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇലക്ഷൻ കഴിയുമ്പോൾ അല്ലെ.
മഹാഭൂരിപക്ഷം കിട്ടിയ ഒരു ഭരണകൂടമാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരുത്തി എഴുതാന്ന് പറയാറുണ്ട് അല്ലെ. അവരെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തി എഴുതാൻ സാധിക്കും. ഇവൻ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വരെ മാറ്റാനോ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയാനോ അതിൽ മാറ്റങ്ങൾ വരുത്താനോ സാധിക്കും. അതാണ് അതിനൊരു പെർമനൻസി ഇല്ല എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ക്രിറ്റിസിസം. ദെൻ സസ്പെൻഷൻ ഡ്യൂറിങ് എമർജൻസി, അതാണ് വേറൊരു അടിയന്തരാവസ്ഥ കാലത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ചെയ്യും. അതാണ് വേറൊരു ക്രിറ്റിസിസം ഇതിന് എതിരായിട്ട് പറയുന്നത്. എന്താണ് കാര്യം എന്താണ്? സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓഫ് എ നാഷണൽ എമർജൻസി ഈസ് അനദർ problem which will affect or which stain on the effectiveness of these rights. This provision cuts the root of democratic system in the country. Okay, അത് വേറൊരു പ്രശ്നമാണ്. So according to critics, the fundamental rights should be enjoyable in all situations, emergency or no emergency. So critics പറയുന്ന ഒരു പോയിന്റ് വെച്ചാൽ എമർജൻസി ആയിക്കോട്ടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് എല്ലാവർക്കും ഏത് സമയത്തും അത് പാലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫ്രീഡം കിട്ടണം, ഈ അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. അത് എമർജൻസിയോ നോൺ എമർജൻസിയോ ഒന്നും ഇല്ല. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇറ്റ് ഈസ് നോട്ട് അലവബിൾ ഡ്യൂറിങ് എമർജൻസി അല്ലെ, അത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു ക്രിറ്റിസിസം പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പെൻസീവ് റെമഡിയാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ജുഡീഷ്യറി പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഇന്റർഫറൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. അതായത് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് ഈ ജുഡീഷ്യറിയിലേക്ക് കടന്നേറ്റം അനുവദിക്കുന്നില്ല ജുഡീഷ്യറി അല്ലെ. പരമാധികാരം ജുഡീഷ്യറി സിസ്റ്റത്തിന് തന്നെയാണ്. പക്ഷെ ദിസ് ജുഡീഷ്യറി സിസ്റ്റം ഇസ് ടു എക്സ്പെൻസീവ്. നമുക്കറിയാം, നിങ്ങൾ പോയി ഒരാളിപ്പോൾ ഒരു സ്ഥാപനം നമുക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് തിരിച്ച് കേസ് കൊടുത്ത് പോകാൻ വേണ്ടി പറ്റൂല. സാമ്പത്തികമായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ ക്ഷീണമുള്ള ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടി നമുക്ക് നിയമപരമായിട്ട് നമുക്ക് വേണ്ട നീതി കിട്ടണമെങ്കിൽ അതിന് നമുക്ക് എന്താണ് പണം മുടക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. ദാറ്റ് ഈസ് റെമഡീസ് ഉണ്ട്, പക്ഷെ റെമഡീസ് എല്ലാം എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ് അടുത്ത ക്രിറ്റിസിസം. ദ ജുഡീഷ്യൽ പ്രോസസ് ഈസ് ടു എക്സ്പെൻസീവ് ആൻഡ് obstruct the common man from getting his rights enforced through the courts അല്ലെ. അപ്പോൾ ഈ കോടതിയിലൂടെ അയാൾക്ക് നീതി കിട്ടണമെങ്കിൽ ന്യായം ഉണ്ടെങ്കിൽ കൂടി നീതി കിട്ടണമെങ്കിൽ അയാൾ ഈ പറയുന്ന ജുഡീഷ്യറി സിസ്റ്റത്തിലൂടെ പോകണമെങ്കിൽ ടു എക്സ്പെൻസീവ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് എന്തായിരിക്കും അവിടെ വരുന്ന പ്രശ്നം? ദ ക്രിറ്റിക്സ് സേ ദാറ്റ് ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഹെൽപ്പ് മെയിൻലി വിത്ത് ദ റിച്ച് പീപ്പിൾ. പണക്കാരെ മാത്രം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈറ്റ് ആയിപ്പോയി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് പറയുന്നത്. കാരണം ഈ റൈറ്റ്സ് എല്ലാവരും ഒരുപോലെ ഈക്വലായിട്ട് കാണുമ്പോൾ അത് പാവപ്പെട്ടവർക്ക് ആ റൈറ്റ്സിനുള്ള നീതി കിട്ടണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ട്. ആ അറ്റം വരെ എത്താൻ വേണ്ടി ഫൈനൽ സ്റ്റേജ് വരെ പോകാൻ വേണ്ടിയില്ല പറ്റണമെന്നില്ല. നമുക്കറിയാം ഒരുപാട് കേസസ് നമുക്കറിയാം അല്ലെ സംഭവിച്ചത് എന്താണെന്ന്. പക്ഷെ അതുപോലെയല്ല പണക്കാരെ കേസിലാകുമ്പോൾ അത് ഈസി ആയിട്ട് അവർക്ക് ഈ വെച്ചിട്ട് നല്ലൊരു ലോയറെ വെച്ചിട്ട് പൈസ മുടക്കിയതൊക്കെ നേടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, എക്സ്പെൻസീവ് റെമഡി. അപ്പം ഇതെല്ലാമാണ് കുറെ ക്രിറ്റിക്സ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പറയുന്ന എക്സ്പെൻസീവ് ആണെന്നുള്ളത്, പിന്നെ ഒരു പെർമനന്റ് സ്റ്റാറ്റസ് ഇല്ല എന്നുള്ളത്, പിന്നെ എമർജൻസി സമയത്തില്ല, സസ്പെൻഷൻ ഡ്യൂറിങ് എമർജൻസി, ദെൻ ദ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓർ നോ ക്ലാരിറ്റി, ദെൻ ദ ലിമിറ്റേഷൻസ് വാട്ട് ദേ ആർ പുട്ട് ഫോർവേഡിങ് നോട്ട് പുട്ട് ഫോർവേഡിങ്. അവർ പറയുന്ന ചില ലിസ്റ്റുകൾ എന്താ പറയാ എല്ലാം അനുവദിക്കുന്നുണ്ട്, പക്ഷെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യും. പക്ഷെ അതിന്റെ തോത് എത്രയാണ്, പെർസെൻറ്റേജ് എത്രയാന്ന് പറയുന്നില്ല. ആ ഒരു പോയിന്റ് വെച്ചിട്ട് എത്ര വേണമെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാം. These are the different criticism against the rights of the constitution, criticism against the fundamental rights. Okay, then നമുക്കൊന്ന് കുറച്ച് ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വാട്ട് ആർ ദ ഡിഫറെന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്കറിയാം 6 റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. In spite of the criticisms what we have just covered, the fundamental rights are significant in many aspects. ഒരുപാട് ആസ്പെക്ട്സിന്റെ ആസ്പെക്ട്സിൽ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഫൗണ്ടേഷൻ ഓഫ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ അവർ കൺട്രി. ഓക്കെ, ഓൾസോ ദേ പ്രൊവൈഡ് നെസസറി കണ്ടീഷൻസ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് അവർ പീപ്പിളിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണല്ലോ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. അപ്പൊ അത് നേടിയെടുക്കുക എന്നുള്ളത് ആണ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ക്രിറ്റിസിസം ആയിട്ട് വന്നത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന്, ഇൻഡിവിജ്വൽ ലിബർട്ടിക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ഓർ ഇറ്റ് സെർവ് ആസ് എ സേഫ് ഗാർഡ് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി. അത് ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം.
They facilitate the establishment of rule of law in the country. Okay. That helps the establishment of rule of law in the country. They protect the interest of minorities and weaker sections of society. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് വീക്കർ സെക്ഷൻസിനെയും മൈനോറിറ്റീസിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിൽ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദാറ്റ് വൺ വീക്കർ ആൻഡ് മൈനോറിറ്റീസ്. ഓൾസോ ദേ ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ സെക്യുലർ സ്ട്രക്ചർ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന് ബാക്കിയുള്ള രാജ്യം പോലെയല്ല, ഒരുപാട് വൈവിധ്യങ്ങളുള്ള രാജ്യമാണല്ലോ, യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ആണ്. സോ they helps to strengthen the secular structure of our country. That is one of the important points. Also, they check the absolute power of the government. Okay. Absolute power of the government അംഗീകരിച്ചു കൊടുക്കുന്നില്ലല്ലോ, നമുക്ക് ഈ ഫ്രീഡംസ് എല്ലാം അനുവദിച്ചിരുന്നുണ്ടല്ലോ. They lay down the foundation stone of social equality and social justice. അറിയുന്നതാണ്. ഓൾസോ ദേ എൻഷുർ ദ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ഓഫ് ഇൻഡിവിജ്വൽസ്. അല്ല, ഇത് അനുവദിക്കുന്നതിലൂടെ അവരവരുടെ സെൽഫ് റെസ്പെക്ട് അല്ല, അവരുടെ ഡിഗ്നിറ്റി, ഏത് ജോലിക്കായാലും ഏത് വ്യക്തിക്കായാലും ഡിഗ്നിറ്റി അനുവദിച്ചിരുന്നുണ്ട്. ഓക്കെ. ദേ ഫെസിലിറ്റേറ്റ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. ഓക്കെ. ദേ ഓൾസോ ഹെൽപ്സ് ഇൻ ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദി പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിലുള്ള ഇൻവോൾവ്മെന്റും കൂടി അനുവദിച്ചിരുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഈവൻ ദർ ആർ സർട്ടൻ ക്രിറ്റിസിസം, there are certain significance for the fundamental rights. ഓക്കെ. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിയത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ടല്ല ഈ സബ്ജക്ട് നിങ്ങൾക്ക് ഇതിൽ വന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത് വായിക്കാം, എല്ലാ ആർട്ടിക്കിൾസും വായിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ബുക്സ് ഉണ്ട് നിങ്ങൾ സിലബസിൽ പറയുന്ന, നമ്മളെ രീതിയിലേക്ക് മനസ്സിലാകുന്ന. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതൊരു പൗരനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ആർട്ടിക്കിൾസ് പറഞ്ഞാൽ ആർട്ടിക്കിൾ 14 to 32 വരെയുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കാനില്ല. റിമൈനിങ് പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് അറ്റൻഡൻസ് ഒന്ന് എല്ലാവരും പറയാൻ റെഡി ആയിക്കോ. ആകാശ് കെ എം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കേടാ, കേട്ടു. ഒരു സെക്കൻഡ്. ഓക്കെ, അഖിലം. സർ. അമിത് കെ. അനിരുദ്ധ് സുരേഷ്. അനിരുദ്ധില്ല. കാർത്തിക്. സർ. ലാദിൻ. Present, sir. ഷഹസാദ്. Present, sir. മുത്താസിം. Present, sir. അസഫ്. Present, sir. ഫർദീൻ. Present, sir. ഫർദീൻ.
ഫത്തേ, Present, sir. സമ, Present, sir. ജിയാൻ, നിഷാഖ്, Present, sir. നിവേദ് കുമാർ, Present, sir. പ്രത്യുഷ്, രാഹുൽ രാജീവ്, Present, sir. Present. സരുൺ രാജീവ്, Present, sir. സൗരാഗാർ, ഇല്ല, സൗരവ് ശ്രീജിത്ത്, ശ്രീരാഗ് വിജയൻ, Present, sir. വിഷ്ണു എ പി, Present, sir. വിഷ്ണു എൻ, Present, sir. ധർമ്മേഷ് ഇല്ല, ആദർശ്. ഓക്കെ, Sir, Zian. ഓക്കെ, ബാക്കി ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആബ്സെന്റ് പ്രത്യുഷ്, സൗരവ്, സൗരാഗ്, ധർമ്മേഷ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് ലെഫ്റ്റ് ആയിക്കോട്ടെ, റെക്കോർഡ് അത് ഓഫ് ആവുന്നില്ല. ഒന്ന് ലെഫ്റ്റ് ആയി എല്ലാവരും, ജസ്റ്റ് ലെഫ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തോ. ശിവലക്ഷ്മി മിസ്സേ, ഒന്ന് റെക്കോർഡ് ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മിസ്സേ, ശിവലക്ഷ്മി മിസ്സേ, നോക്കാം. ഒന്ന് എനിക്കിവിടെ ഓഫ് ആവുന്നില്ല.